ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ 6th ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് അല്ലേ, റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടുവരാറില്ലെങ്കിൽ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കീ ഇഷ്യൂസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം, മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയാം അല്ലെ. റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന റൂറൽ ഏരിയകളെ ഗവൺമെന്റിന്റെ കുറച്ച് പ്ലാൻസും പ്രോഗ്രാംസും കൊണ്ടുവന്നിട്ട് ആ റൂറൽ ഏരിയ എന്ത് ചെയ്യുക, ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് റൂറൽ ഡെവലപ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കീ ഇഷ്യൂസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, അതായത് ഏതൊക്കെ ഭാഗങ്ങളിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാവുക എന്നുള്ളതാണ്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അതായത് അവിടെയുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷനും ഹെൽത്ത് ഒക്കെ നൽകിയിട്ട് ആ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാം. ലാൻഡ് റിഫോംസുകൾ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാം. ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളെ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാം. അലിവിയേഷൻ ഓഫ് പോവേർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാം. ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സുകൾ എന്ത് ചെയ്യാം, ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ. ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഏരിയാസ് ടു ബി അഡ്രസ്ഡ് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ ഏരിയയിലെ ആളുകൾക്ക് എന്ത് ചെയ്യുക, വായ്പകൾ നൽകുക അല്ലെ. അവരെ കൃഷിയും അത് കാർഷികേതര പ്രവർത്തനങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. നോക്കാം, ഈ ഇങ്ങനെ ക്രെഡിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഒന്നാമത് നെബാർഡ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഇത് ഓരോ നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. നെബാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഒരു അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കലാണ് നെബാർഡ് ചെയ്യുന്നത് അല്ലെ. 1982 വന്നത്, ഇയർ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതായത് 1969 14 ബാങ്കുകളും 1918 6 കൂടുതൽ ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നാഷണലൈസ്ഡ് ആയിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ബ്രാഞ്ചുകൾ ഇത് തുടങ്ങാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്തു, കർഷകരെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇവരും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊവൈഡ് ക്രെഡിറ്റ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലെ ആളുകൾക്ക് വായ്പകൾ നൽകി. ഓപ്പൺ ബ്രാഞ്ച് ഇൻ പ്ലേസ് വിത്തൗട്ട് ബാങ്ക്സ്, ബാങ്കുകൾ ഇല്ലാത്ത സ്ഥലത്ത് അവർ ബ്രാഞ്ചസുകൾ തുടങ്ങിയിട്ട് കർഷകരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് അല്ലെ. ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ആളുകൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും കർഷകരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാൻഡ് എന്ന് ഓർത്ത് വെക്കുക. അതായത് ദീർഘകാലത്തേക്കുള്ള ലോങ് ടേം ലോണുകളാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താണ്, കർഷകർക്ക് കൃഷിക്ക് ആവശ്യമുള്ള ലാൻഡ് അതുപോലെ തന്നെ ഇൻപുട്ടുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അല്ലെ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇതെന്താണെന്ന് നമുക്കറിയാം. ഒരു 10 അല്ലെങ്കിൽ 20 ആളുകൾ കൂടുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു. ഈ ഗ്രൂപ്പിലെ ആളുകൾ എന്ത് ചെയ്യും, അവർ തന്നെ ക്യാഷുകൾ കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് അവരുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ടീമിൽ പുറത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വരുമ്പോൾ അവരത് ലോണായിട്ട് നൽകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കുടുംബശ്രീയൊക്കെ ഇതിന് ഉദാഹരണമാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് റൂറൽ ബാങ്കിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ്, അതായത് ഇങ്ങനെയൊക്കെ ബാങ്കുകൾ കൊണ്ടുവന്നെങ്കിലും ഇതിന്റെ പോരായ്മകൾ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ബാങ്കുകൾ കൊണ്ടുവന്നെങ്കിലും കർഷകർ വീണ്ടും മണി ലെൻഡേഴ്സിന്റെ കടക്കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് വീണ്ടും കടത്തിന് ആവശ്യമുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല കർഷകരും ഒരു കാരണം കൂടാതെ തന്നെ ഈ ക്യാഷ് തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാവുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് കർഷകർ വയലിൽ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചു. ഈ സാധനങ്ങൾ കൺസ്യൂമർ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും, സോഴ്സിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ്, പാക്കേജിങ്, ഗ്രേഡിങ്, ട്രാൻസ്പോർട്ടിങ്, ഡിസ്ട്രിബ്യൂഷന്. ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇത് നികത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്, അതായത് ഇങ്ങനെയൊരു മാർക്കറ്റ് സിസ്റ്റത്തിൽ എന്തുണ്ടായിരുന്നു, ഒരുപാട് ബ്രോക്കർമാരും ഇടനിലക്കാരും ഉണ്ടായിരുന്നു അല്ലേ. ഇവർക്ക് ഒഴിവാക്കിയിട്ട് കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് അവരുടെ സാധനങ്ങൾ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സെറ്റ് ചെയ്യാം. മൂന്നാമത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അതായത് ഒരു കർഷകൻ അവർ ഉത്പാദിപ്പിച്ച സാധനം മാത്രം വിൽക്കുന്ന
വിൽക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, എല്ലാ കർഷകരും അവരുടെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അത് സെല് ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ അമൂൽ അതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ സാധനങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ ഗവൺമെന്റ് ചെയ്യാണ് എന്ത് ചെയ്യാണ്, ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാണ്. അതിന് താഴേക്കുള്ള ഒരു എമൗണ്ടിൽ അത് വിൽക്കാൻ പാടില്ല, MSP കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുക. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, അതായത് റേഷൻ പീഡികൾ പോലത്തെ സ്ഥാപനങ്ങൾ തുടങ്ങി. അതുവഴി എന്താണ്, കർഷകർക്ക് അവരുടെ സാധനങ്ങൾ സെല് ചെയ്യാനും പറ്റും, ദരിദ്രരായ ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. നെക്സ്റ്റ് എമർജിംഗ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്. അതായത് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കർഷകർക്ക് സെല് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റുകളാണ് വന്നിട്ടുണ്ടായത്. അതിന്റെ കാര്യങ്ങളാണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്നി മന്തി ഇത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിലാണ് ഉണ്ടായത്. അദസ്പർ മന്തി പൂനെയിലാണ് ഉണ്ടായത്. റൈത്തു ബസാർ വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് ആയിരുന്നു ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിലാണ് ഉണ്ടായത്. നെക്സ്റ്റ് പറയുന്നത് ഉയവൂർ സന്ദീസ്, ഇതെവിടെയാണ്, തമിഴ്നാട്ടിലാണ് ഉണ്ടായത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതായത് കർഷകർ കൃഷിയിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ പോലെ മറ്റ് മേഖലകളിലേക്കും കൂടി അവർ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ 3 രീതിയിലാണ്. ഒന്നാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ്. ഒരു വിള മാത്രം കൃഷി ചെയ്യാതെ മറ്റ് വിളകളിലേക്ക് കൂടി അവരെ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ടു അൺലീഡ് ആക്ടിവിറ്റീസ്, അതായത് കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ഫിഷറീസ്, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ടു നോൺ ഫേം ജോബ്സ്, അതായത് കാർഷികേതര പ്രവർത്തനങ്ങളിൽ കൂടി അവർ ഉൾപ്പെടുന്നതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ടു അലീഡ് ആക്ടിവിറ്റീസിൽ വരുന്ന ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തലൊക്കെ അല്ലേ. ഇത് എന്താണ്, 7 മില്യൺ റൂറൽ പീപ്പിൾസിന് വരെ ഒരു വരുമാന മാർഗമായിട്ട് ഇത് മാറി എന്നാണ് പറയുന്നത്. ഫുഡ് സെക്യൂരിറ്റി, അവിടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തി എന്ന് പറയുന്നുണ്ട്. ന്യൂട്രീഷൻ ഫോർ ഫാമിലിക്ക് നല്ല ന്യൂട്രീഷൻ ആയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. ഫെർട്ടിലൈസർ ഫോർ ഫാമിങ്ങിന് വേണ്ട ഫെർട്ടിലൈസറിന് ലഭിച്ചു. ഫ്യൂൽ ഫോർ കുക്കിംഗ്. ഓക്കെ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മിൽക്കിന്റെ പാലിന്റെ ഉത്പാദനക്ഷമതയിൽ വലിയൊരു വർധനവുണ്ടായി 1966. ഇതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിഷറീസ് ആണ്. ഫിഷറീസും ഒരുപാട് ആളുകൾക്ക് വരുമാന മാർഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു? കേരള, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓർത്ത് വെക്കാം. പിന്നെ ഈ ഒരു ഫിഷറീസിൽ 65% എന്തായിരുന്നു? ഇൻലാൻഡ് ഫിഷിംഗ് ആയിരുന്നു. അതായത് തടാകം, പുഴ, കുളം, വയൽ ഇതുപോലത്തെ ജലസേചനങ്ങളിൽ നിന്ന്. ബാക്കി 35% ആയിരുന്നു കടലിൽ നിന്ന് അവര് ഫിഷിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളും ഇതിൽ ഫിഷിംഗിൽ ഡയറക്റ്റ്ലി അവർ ഇൻവോൾവ് ആയില്ലെങ്കിലും ഇതിന്റെ മാർക്കറ്റിംഗിലും വിൽപ്പനയിലൊക്കെ അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹോർട്ടിക്കൾച്ചർ അല്ലേ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതുപോലത്തെ സാധനം, ഫ്ലവേഴ്സ്, ഇതൊക്കെ കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യ എന്തായിരുന്നു പഴങ്ങളും പച്ചക്കറികളും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 2ാമത്തെ സ്ഥാനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് ടോട്ടൽ അഗ്രികൾച്ചറിന്റെ 1/3 ഭാഗവും ഹോർട്ടിക്കൾച്ചറിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ GDPയുടെ 6%, 6%ഉം ഹോർട്ടിക്കൾച്ചറിൽ നിന്നാണ് ഒതുങ്ങുന്നുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഈ ഹോർട്ടിക്കൾച്ചറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹോർട്ടിക്കൾച്ചറിൽ വലിയൊരു ഉത്പാദനക്ഷമത വർദ്ധിച്ച അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ റവല്യൂഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ഓർത്ത് വെക്കുക. ഗ്രീൻ റവല്യൂഷൻ ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നു, വൈറ്റ് റവല്യൂഷൻ മിൽക്ക്, ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടിക്കൾച്ചർ, സിൽവർ റവല്യൂഷൻ എഗ്, ഗ്രേ റവല്യൂഷൻ ഫെർട്ടിലൈസർ, ബ്ലൂ റവല്യൂഷൻ ഫിഷ്, ബ്ലാക്ക് റവല്യൂഷൻ പെട്രോളിയം ക്രൂഡ് ഓയിൽ, യെല്ലോ റവല്യൂഷൻ ഓയിൽ സീഡ്സ്. ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മേഖലകൾ കൂടി വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് IT, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് കർഷകരെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരുടെ സാധനങ്ങളുടെ വിലകൾ, അതുപോലെ തന്നെ വെതർ, കാലാവസ്ഥ അറിയാനൊക്കെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി എന്ത് ചെയ്യുന്നു, ചോപ്പൽസ് എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കർഷകർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് ഫാർമിംഗ് ആണ്. ഓർഗാനിക് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നതിനാണ് ഓർഗാനിക് ഫാർമിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ആണ് നോക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ന്യൂട്രീഷൻ വാല്യൂള്ള പ്രൊഡക്ട്സ് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. പിന്നെ ഇത് ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ്, ഒരുപാട് ജോലി സാധ്യതകൾ നൽകി. പിന്നെന്താണ്, ഓർഗാനിക് ഫുഡ് ഹാസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓർഗാനിക് ഫുഡിന് വലിയൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക് ഫുഡ് നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ, അതുമായി നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ, സുസ്ഥിരമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ.
ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോ അവയർനെസ്, കർഷകർക്ക് ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള അവയർനെസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് പ്രൊഡ്യൂസേഴ്സ് ലെസ് ദാൻ മോഡേൺ മെത്തേഡ്സ്. പുതിയ മെത്തേഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് മെത്തേഡിന്റെ പ്രൊഡക്ടിവിറ്റി, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവ് കുറവായിട്ടുള്ള പറയുന്നത്. ഷോർട്ടർ ഷെൽഫ് ലൈഫ്, അതായത് ഈ സാധനങ്ങൾ ഓർഗാനിക് ഫാമിങ്ങിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ പെട്ടെന്ന് കേടുവരും, അതിന് കുറച്ച് കാലമേ അതിന് ഈട് നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. പിന്നെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഇൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന പ്രോഗ്രാംസ് ജസ്റ്റ് ഓർത്ത് വെക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പിന്നെ റിഹാബിലിറ്റേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത കർഷകരുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അഗ്രികൾച്ചർ ലോൺസ്, ലോൺ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ കടം എഴുതി തള്ളുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.